അസ്സലാമലൈക്കും. പിന്നെ ഇന്ന് പെരുന്നാളല്ലേ. അപ്പോൾ ഇനി എല്ലാ പെരുന്നാളും ബിരിയാണി, നെയ്ച്ചോറ്, കപ്സ, ചിക്കൻ മമ്പൂത്ത്, അങ്ങനെ പല പല പരിപാടികളുണ്ടാവും. ചിലയിടത്ത് ഒട്ടക ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാ. പക്ഷെ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നിട്ടേ നല്ല ഉണക്കസ്രാവും പിന്നെ പുളിഞ്ചാറുണ്ട്, ബീഫ് വരട്ടിയതും കേട്ടാ. അപ്പോൾ ഞങ്ങളെ ബീഫും ഉണക്കസ്രാവ് വെച്ചൊന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന്. അത് നമ്മൾ ഉമ്മൂൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ ചെറിയൊരു പണക്കത്തിലാണ് കേട്ടോ. എന്തോ ചോദിച്ചപ്പോൾ കൊടുത്തിട്ട് നമ്മൾ അപ്പോൾ മൂത്താത്ത ഉണ്ടാക്കിയ ഉണക്കസ്രാവും ബീഫ് വരട്ടിയതും പുളിഞ്ചാറ് കാണിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണക്കസ്രാവ്. എനിക്ക് ഉണക്കസ്രാവ് എന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനാണ്. പിന്നെ ഇതാണ് ഉമ്മൂൻ്റെ ബീഫ് വരട്ടിയത്. അത് ഇതങ്ങൾ കഴിച്ചിട്ട് പറയും, അടിപൊളിയല്ലേ. ബിരിയാണി ഒന്നും ഒന്നുമല്ല, ഇതാണ് ചെയ്തിട്ടുണ്ടാകുക. പിന്നെ അടുത്തതാണ് നമ്മളെ പുളിഞ്ചാറ്. ഇതാ പുളിഞ്ചാറ് കൊള്ളത് നമ്മൾ പയറുപ്പേരിട്ടാ, പയറുപ്പേരി, പിന്നെ നല്ല അടിച്ചാപ്പുളി പുളിഞ്ചാറ് അല്ലേ. ഈ കഷ്ണം കളിച്ചാൽ നമുക്ക് അറവും. പിന്നെന്താ നമ്മൾ വേറെ സ്പെഷ്യലായിട്ട് ഇതാണ് നമ്മൾ ജയസൂര്യ അല്ലേ, ജയസൂര്യ റൈസ്, സൂര്യ നമ്മൾ ചേർച്ചിട്ടുണ്ട്. ഇജ്ജ് എപ്പോഴും കുളിച്ചില്ലമ്മ, കുളിച്ചില്ല? ഇപ്പൊ ഞാൻ കാണുമ്പോ തുമ്മന്റെ മുകളിലുള്ള വലിയൊരു താലിയാണ് അല്ലേ. അത് എത്ര പവലാന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ മെയ് കൊടുത്തേ, അത് കാണിച്ചെത്താ അടിപൊളി. ഇതാണ് നമ്മളെ ഇളച്ചിത്താത്ത, ഓള് കുളിച്ചാൻ പോകണുള്ളൂ ഇപ്പൊ. പറഞ്ഞതുപോലെ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരും കേട്ടാ. ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെയാണ്, ചിലപ്പോൾ ഓന്തിന്റെ മാതിരിയാണ്, പല സ്ഥലത്തും പല കോലാണ്. ഇപ്പൊ കണ്ട മുണ്ട് കയറിയിട്ടാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓളെ പോലെ വരും. അപ്പൊ ഇനി വെറുചോറ് കഴിക്കുമ്പോ നമുക്ക് കാണട്ടാ. നമ്മളൊക്കെ ബിരിയാണി കഴിക്കുമ്പോ നമ്മൾ ഓർമ്മ കാണട്ടാ. നമ്മളെ ബീഫ് എങ്ങനെ പറഞ്ഞേ? പുളിന്റെ ടേസ്റ്റ് ആയില്ല, അടിപൊളി. ബീഫ് സൂപ്പർ. നമ്മളെ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി പോരാ നമുക്ക് പോരാ. അല്ലാ